എല്ലാം തികഞ്ഞവരായി ആരുമില്ല. പോരായ്മകൾ മനുഷ്യ സഹജമാണ്. പക്ഷേ ആ പോരായ്മകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ വിമർശിക്കുകയല്ല ചെയ്യേണ്ടത്. അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും അതിനെ വിലയിരുത്താനെങ്കിലും ശ്രമിക്കുക. പ്രതികൂല സാഹചര്യത്തിലും സ്നേഹത്തിന്റെ ഒഴുക്കിന് തടസ്സമില്ലെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം. അഹങ്കാരവും അഹംഭാവവുമുള്ള മനുഷ്യർ ഒരിക്കലും മറ്റുള്ളവരുടെ കഴിവിനെ അംഗീകരിച്ചു കൊടുക്കില്ല. നന്മയുള്ള മനസ്സിനെ മറ്റുള്ളവരുടെ ആ കഴിവിനെ അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും കഴിയുകയുള്ളൂ. ധാരാളം പ്രതികൂല ചിന്തകൾ നമുക്കുണ്ടായേക്കാം. അവയെ നമ്മുടെ മനസ്സിൽ വേരുപിടിക്കാൻ അനുവദിക്കാതെ മറക്കാൻ ശീലിക്കുക. ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ജീവിതവും സമയവും. ജീവിതം സമയം നന്നായി ഉപയോഗിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. സമയം നമ്മെ ജീവിതത്തിന്റെ മൂല്യം പഠിപ്പിക്കുന്നു. മനുഷ്യൻ രണ്ട് കാര്യങ്ങളിൽ നിസ്സഹായനാവുന്നു. ഒന്ന് ദുഃഖം വിൽക്കാൻ സാധിക്കുന്നില്ല, മറ്റൊന്ന് സന്തോഷം വാങ്ങാൻ സാധിക്കുന്നില്ല. മറ്റുള്ളവരുടെ തെറ്റും മനസ്സിനേറ്റ മുറിവുകളും വെറുപ്പും പ്രതികാരവും ഒക്കെ ചിന്തിച്ചിരുന്നാൽ ഭംഗിയായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. ഒരിക്കലും സന്തോഷമുണ്ടാവുകയില്ല. ജീവിതത്തെ അളക്കുന്നത് നാം എടുക്കുന്ന ശ്വാസത്തിന്റെ എണ്ണം കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ശ്വാസം നിലയ്ക്കുന്ന ചില നിമിഷങ്ങൾ കൊണ്ടാണ്. ചിലരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരെ മനസ്സിലാക്കാൻ മനസ്സ് സമ്മതിക്കില്ല. ഹൃദയം നല്ലൊരു കൃഷിയിടമാണ്. അവിടെ എന്തു വേണമെങ്കിലും നേടാം. സ്നേഹം, വെറുപ്പ്, ഭയം, പ്രത്യാശ, പ്രതികാരം, അസൂയ എല്ലാം നന്നായി വളരുകയും കായ്ക്കുകയും ചെയ്യും. എന്ത് കൊയ്തെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. കഠിനമായ വഴികൾ ഒരുപാടുണ്ടാകും, മുറിവുകൾ ഉണ്ടാകും, തളർന്നു പോയെന്നിരിക്കും. പിന്മാറാതിരിക്കുക. സമയമെടുക്കും, പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കില്ല. ഞാൻ നിസ്സാരനാണ്, എനിക്കൊരു കുഴപ്പവുമില്ലെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. തർക്കങ്ങളെക്കാൾ നല്ലത് ഒഴിഞ്ഞു മാറലുകളാണ്. നിങ്ങളുടെ പിൻവാങ്ങൽ അവരുടെ വിജയമായി മറ്റുള്ളവർ കരുതട്ടെ. അവഗണിക്കുന്നവരെ കൂടുതൽ ഭംഗിയായി അവഗണിക്കാൻ പഠിച്ചു നോക്കൂ. ജീവിതം കുറെ കൂടി ഭാരമില്ലാതെ മുന്നേറും. എല്ലായ്പ്പോഴും നുണ പറയുന്ന സ്ത്രീകളെ അകറ്റി നിർത്തുക. സമൂഹം നന്നാവണമെങ്കിൽ വ്യക്തികളിൽ നിന്ന് തന്നെ തുടക്കം കുറിക്കണം. സ്വയം നന്നാവുക എന്നതാണ് നന്മയുടെ ആദ്യ പാഠം. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.